ഡെയിലി മോർണിംഗ് താങ്കൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു. ജോലിക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ എപ്പോഴും പരിഹാരം തീർച്ചയായും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പരിഹാരം ചെയ്യുക എന്ന വാക്ക് എൻ്റെ ഫ്രണ്ട് ജൈനമതത്തിലാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ജൈനമതത്തിലുള്ളവരുടെ അടുത്ത് നിന്നാണ് ഞാൻ ഈ പരിഹാരം ചെയ്യണം എന്ന വാക്ക് ആദ്യമായി കേട്ടത്. സോ പരിഹാരം ചെയ്യുക എന്നത് റിലേറ്റഡ് ടു ജൈനിസം ആണെന്ന് കരുതിയിരുന്നു. പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ മാതാജി? ഈ വാക്കില്ലേ, ജൈനമതത്തിൽ തന്നെയാണ് ഇത് മെയിനായിട്ട് വരുന്നത്. പക്ഷേ ഞങ്ങൾ പറയുന്ന പരിഹാരം ചെയ്യുക എന്നത് ജൈനമതത്തിൽ പറഞ്ഞതല്ല. ഇത് സമ്പ്രദായത്തിലുള്ള പരിഹാരമല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണ് അതുള്ളത്. പരിഹാരം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നാം എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരണം, അതിൽ നിന്ന് വിമോചിതരാവണം. എവിടെയൊക്കെയാണോ തെറ്റ് നടന്നിരിക്കുന്നത് അവിടെയെല്ലാം പരിഹാരം ചെയ്യണം. അതായത് മനസ്സിൽ, വാക്കിൽ, ജോലിയിൽ ആരെങ്കിലും നാം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കോപം, മോഹം, ഭാവം, മായ, മോഹം, ലോഭം, വെറുപ്പ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിന് നാം ഉടനെ പരിഹാരം ചെയ്യേണ്ടതാണ്. പരിഹാരം ചെയ്യുക എന്നാൽ എന്താണ്? സപ്പോസ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ഫീൽ ചെയ്യുന്നു. ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കിത് മനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമായി തോന്നില്ല. അതായത് ഒരു വൈബ്രേഷൻ ഉണ്ടായി, അത് കഴിഞ്ഞു. അദ്ദേഹത്തിനത് തെറ്റായി തോന്നുന്നു. ഉള്ളിൽ അതറിയുന്നു. ഇതെല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. നാം എന്തെങ്കിലും പറയുന്നത് കൊണ്ട് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൽ എവിടെയോ അങ്ങനെ പറയുന്നു. നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് വൈബ്രേഷൻ ഉണ്ടാവുന്നത്? അതായത് അത് തെറ്റാണ് എന്ന് നമുക്ക് തോന്നുമോ എന്ന് തോന്നുന്നു. ഓൺ ദ സ്പോട്ട് പരിഹാരം ചെയ്യാൻ തുടങ്ങും. മനസ്സിനകത്ത് തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കൂ. വലിയ പ്രവൃത്തിയൊന്നുമല്ലാതെ ഇരുന്ന് ചെയ്യുകയേ വേണ്ടൂ. പ്രാർത്ഥിക്കൂ, വേറൊന്നും ചെയ്യേണ്ടതില്ല. മനസ്സിനകത്ത് നിങ്ങൾക്ക് പരിഹാരം ചെയ്യാം. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉള്ളിലുള്ള ശുദ്ധാത്മാവ് എന്ന ഭഗവാനെ നമസ്കരിച്ച് മനസ്സിനകത്ത് മനസ്സാലെ മാപ്പ് ചോദിക്കൂ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭഗവാന്, ശുദ്ധാത്മാവ് എന്ന ഭഗവാന്റെ അടുത്ത് മനസ്സാലെ മാപ്പ് ചോദിക്കൂ. ഹൃദയത്തിനകത്ത് മനസ്താപപ്പെടൂ. അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചല്ലോ, അതിൻ്റെ കാരണം എൻ്റെ തെറ്റാണ്. കയ്യോടെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. അതായത് അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്യില്ല, അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നടക്കില്ല. നമ്മുടെ മനസ്സ് ഈ കാര്യത്തിൽ ക്ലിയർ ആവുന്നത് വരെ ഇതേപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. മൈൻഡിൽ തൃപ്തിയാവുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എന്താവുമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പശ്ചാത്താപം തോന്നുന്നു. നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളെക്കൊണ്ട് ദുഃഖമുണ്ടായിരിക്കുന്നു. അദ്ദേഹവും നല്ല ക്ലിയർ ആവും. നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹത്തിന് എല്ലാം മനസ്സിലാവും. നിങ്ങളുടെ പരിഹാരം മുഖേന അദ്ദേഹത്തിനൊരു വൈബ്രേഷൻ ഉണ്ടാവും. നിങ്ങളുടെ മനസ്താപത്തിന് ശേഷം പരിഹാരം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ബാധിപ്പുണ്ടാക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എന്തൊക്കെ പരിഹാരം ചെയ്താലും അതിന് തക്കവണ്ണം അത് ക്ലിയർ ആവും. മുന്നിലുള്ളവർക്കും ഒരു വിധത്തിൽ അത് ക്ലിയർ ആവും. ആദ്യം നമ്മുടെ തെറ്റിൽ നിന്ന് ഓൺ ദി സ്പോട്ട് ഫീലിംഗ് ഉണ്ടാവണം. നമ്മുടെ മുന്നിലുള്ളവർക്ക് ഒരുപക്ഷെ ഉടനെ ഫീലിംഗ് ഉണ്ടായില്ലെങ്കിലും ലേറ്റായിട്ടെങ്കിലും ഉണ്ടാവും. ഒരുപക്ഷെ സംസാരം കൊണ്ടോ തൊഴിൽ കൊണ്ടോ മനസ്സുകൊണ്ടോ അത് ഉണ്ടാവാം. സപ്പോസ് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു ദുഷിച്ച ചിന്ത ഉണ്ടായാലും ഉടനെ അതിന് പരിഹാരം ചെയ്തേ തീരൂ. എന്തോ തെറ്റ് നടന്നിരിക്കുന്നു. കാരണം മനസ്സിൽ ഈ ചിന്ത ഉണ്ടായാൽ 2, 10, 25 പ്രാവശ്യമോ 50, 100 പ്രാവശ്യം പിന്നീട് ഒരു ഘട്ടത്തിൽ അത് തീർച്ചയായും പുറത്തു വരും. അതിനുശേഷം അതിൻ്റെ വലിയ സ്വരൂപം മനസ്സിലാവും. നാം തുടക്കത്തിൽ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്തു, പുറത്താക്കുന്നു. അതുകൊണ്ട് ഇതിനുമുപരി നടക്കുന്നത് സ്റ്റോപ്പ് ആവുന്നു.
നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പരിഹാരം നിങ്ങൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പാചകം ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇരുന്നു കൊണ്ടേ അത് ചെയ്യാവൂ എന്നില്ല. അത് റിച്വൽസ് അല്ല. മതങ്ങളിൽ പറയപ്പെടുന്നതാണ് റിച്വൽസൊക്കെ. ഇത് നമുക്കിങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും. മെക്കാനിക്കലായി നടക്കുന്നു. ഇത് മെക്കാനിക്കൽ അല്ല, ഇത് ലൈവാണ്. എവിടെയാണോ തെറ്റ് സംഭവിച്ചത് അതിനു വേണ്ടി ചെയ്യുന്നതാണിത്. ആർക്ക് വേണ്ടി ചെയ്യുന്നു? അവരുടെ മനസ്സിലുള്ള ശുദ്ധാത്മാവെന്ന ഭഗവാനോട് മാപ്പ് ചോദിക്കേണ്ടതാണ്. അവരോട് നമുക്ക് എങ്ങനെയുള്ള കർമ്മദോഷമാണോ ഉണ്ടാവുന്നത് അവ ഓൺ ദി സ്പോട്ട് വാഷ് ഔട്ടായി പോകുന്നു. അടുത്ത ലൈഫിലേക്ക് അത് ക്യാരി ഫോർവേഡ് ആകുന്നില്ല. പരിഹാരത്തിന് അത്രത്തോളം പവറുണ്ട്. ഞാൻ എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പ്രാവശ്യം അവർ ശരിയായ പരിഹാരം ചെയ്ത് തകർന്നുപോയ എത്രയോ റിലേഷൻഷിപ്സിനെ യോജിപ്പിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് വൈഫ്, അമ്മായി അമ്മ മരുമകൾ, അച്ഛൻ അമ്മ മക്കളുടെ ഇടയിലുമൊക്കെ, ഫ്രണ്ട്സ്, ബിസിനസ്സിൽ, എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഈ പരിഹാരം വൻതോതിൽ ഉപകാരം ചെയ്യുന്നു. വളരെ നല്ലതാണിത്. ലണ്ടനിലൊരു സഹോദരനുണ്ടായിരുന്നു. കെനിയ നാട്ടിലുള്ള ആളാണ്. ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റാണ്. മില്യണയറും ആയിരുന്നു. അയാൾക്ക് പെട്ടെന്ന് പൊളിറ്റിക്കലായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടായി. അയാൾ ജീവൻ രക്ഷിക്കാനായി എല്ലാം ഉപേക്ഷിച്ച് ഓടി വന്നു. എല്ലാറ്റിനും ഉപരി അയാൾ 1 കോടി, ഒന്നല്ല 1 ബില്യൺ ഷില്ലിംഗ് ക്യാഷ് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് ധാരാളം പണമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പ്രോപ്പർട്ടീസാണ്. ഉള്ള ക്യാഷ് അവിടെ തന്നെ കൊടുത്തിട്ട് വന്നു ജീവൻ രക്ഷിക്കാനായി. അയാൾ ലണ്ടനിലെത്തി. ആളൊരു പരോപകാരിയാണ്. നല്ല സ്ഥിതിയിലായിരുന്നു. പ്രസിഡന്റ് പോലും ഇങ്ങേരുടെ അടുത്തുള്ള പണം എൻ്റെ അടുത്തില്ലല്ലോ എന്ന് വിചാരിക്കും. അത്രയ്ക്ക് പണമായിരുന്നു അയാളുടെ കയ്യിൽ. ഗവൺമെൻറ്റിന് പോലും അത്രയില്ല. അതുകൊണ്ട് അയാളെ ജയിലിലിട്ടു. അയാളുടെ സ്വത്ത് മുഴുവനും പിടിച്ചു പറ്റുകയും ചെയ്തു. അതിനുശേഷം അയാളുടെ വൈഫ് എന്നെ കാണാൻ വന്നിരുന്നു. ആദ്യം വൈഫാണ് അവിടെ വന്നത്. അവർ ആത്മാവിനെ പറ്റി അറിയണമെന്ന് പറഞ്ഞു. അവരെൻ്റെ അടുത്ത് നിന്ന് ജ്ഞാനദീക്ഷയും വാങ്ങിക്കുകയുണ്ടായി. അതിനുശേഷം അവരെന്നോട് പറഞ്ഞു, എൻ്റെ 19ാമത്തെ വയസ്സ് മുതൽ അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ 45ാമത്തെ വയസ്സിലാണ് പ്രാപ്തമാക്കാൻ കഴിഞ്ഞതെന്ന്. അവർക്ക് വളരെ തൃപ്തിയായി. അവരുടെ ഹസ്ബൻഡിന് കർമ്മത്തെ സംബന്ധിച്ച കാര്യങ്ങളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അയാൾ ഒരു ഫ്രീ ബേർഡാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം കടന്നു വന്നിരിക്കുകയാണ്. കൂടാതെ അയാൾക്ക് എന്തൊക്കെയോ അസുഖങ്ങളും ഉണ്ടായിരുന്നു. അയാൾക്ക് കിഡ്നി പ്രോബ്ലം, ഹാർട്ട് പ്രോബ്ലം, സർജറി എല്ലാം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് വളരെ അവശനായിരുന്നു, ബെഡ്രിഡനായി. വൈഫ് എത്രയോ പറഞ്ഞു നോക്കി, നിങ്ങളും ധർമ്മത്തെപ്പറ്റി മനസ്സിലാക്കണം, ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ബെഡ്രിഡനായിരുന്ന സമയത്ത് ഞങ്ങളുടെ പരിഹാരം എന്നൊരു പുസ്തകമുണ്ട്. അത് ബെഡിൽ കിടന്നുകൊണ്ട് വായിച്ചു മനസ്സിലാക്കി. അയാളുടെ ഭാര്യ അടുത്തിരുന്നത് വായിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ 3 മാസം ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ അമേരിക്കയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയപ്പോൾ അയാൾ തയ്യാറായിരുന്നു. എനിക്ക് നിരുമയെ കാണണം, സത്സംഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് സത്സംഗം അറേഞ്ച് ചെയ്തിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് വന്നത്. അടുത്തുണ്ടായിരുന്ന ചർച്ചിലാണ് സത്സംഗം നടന്നത്. അയാൾ എന്നോട് ഒരേ ഒരു കാര്യമേ ചോദിച്ചുള്ളൂ. അതായത്, ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ നടന്നിരിക്കുന്നു, എല്ലാ പണവും പിടിച്ചുപറ്റി. എനിക്ക് ഇത്രയും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഐ വാസ് നോട്ട് നോയിങ് എനിത്തിങ് അബൌട്ട് ദിസ് പാസ്റ്റ്. ആരാ എന്താ ഒന്നും എനിക്കറിയില്ല. ഐ വാസ് നോയിങ് ജസ്റ്റ് ഹിസ് വൈഫ് ഓൺലി. അവരാരാണ്, എവിടെ നിന്ന് വരുന്നു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അയാൾ എന്നോട് ചോദിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പല സംഭവങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു, എല്ലാം പിടിച്ചു പറിച്ചു, എല്ലാം അപഹരിക്കപ്പെട്ടു, ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് കരുതണം? ഇതിനെക്കുറിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും?
ഈ ക്വസ്റ്റ്യൻ എന്നെ വല്ലാതെ ബാധിക്കുകയുണ്ടായി. ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു എന്നയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ കർമ്മഫലമാണ്. അതിൽ അയാൾ ഒന്നും ചെയ്തിട്ടില്ല. അയാളുടെ കർമ്മഫലത്തിൻ്റെ കണക്കാണതെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഒരേ ഒരു സെൻറ്റൻസാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അയാൾ എനിക്ക് മനസ്സമാധാനം കിട്ടിയെന്ന് പറഞ്ഞു. എൻ്റെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ഫ്രസ്ട്രേഷൻ പോയി. നൗ ഐ ആം കാം ആൻഡ് കൂൾ. സമാധാനം കിട്ടി എന്ന് പറഞ്ഞു. പിന്നീട് അയാൾ ജ്ഞാനദീക്ഷ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അന്നത്തെ പ്രോഗ്രാമിലും പങ്കെടുത്തു. ജ്ഞാനദീക്ഷ വാങ്ങിക്കാനിരുന്ന അന്ന് രാത്രി അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി തന്നെ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞു. അയാളെ ആംബുലൻസിൽ കൂട്ടിക്കൊണ്ടു പോവേണ്ടി വന്നു. അപ്പോൾ ഞാൻ കുറച്ചു നേരം അയാളോട് സംസാരിച്ചു. സാധാരണ നമ്മൾ സത്സംഗത്തിൽ സംസാരിക്കാറില്ലേ, ആത്മാവ് ഒന്നേ ഉള്ളൂ, ആത്മാവിനെ പറ്റിയൊക്കെ പറയാറില്ലേ, അത് പറഞ്ഞു. അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നല്ല കാര്യം കേൾക്കുന്നത്. ആത്മാവിനെയും ധർമ്മത്തെയും കുറിച്ച് ഒരാളുടെ അടുത്ത് ഇരുന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അയാളുടെ ലൈനിൽ ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ അയാളുടെ ഉള്ളിൽ അത് പതിഞ്ഞു. അന്ന് രാത്രി തന്നെ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയ ശേഷം പിന്നീട് അയാൾ എന്നോട് ഫോണിൽ സംസാരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് 4-5 പ്രാവശ്യം എമർജൻസി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ എത്രയോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അയാളുടെ വീട് ലണ്ടനിൽ പഴയ തറവാട് പോലെ വളരെ വലുതായിരുന്നു. ഞാനിതൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അയ്യോ, ഇതൊക്കെ വിട്ടേച്ചു പോകണമല്ലോ എന്ന് കരുതിയിരുന്നു. അയ്യോ, ഞാൻ ഈ കാണുന്നതൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുമല്ലോ. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഇങ്ങനെ പലപ്പോഴും കരുതുന്നതുകൊണ്ട് എനിക്ക് വല്ലാത്ത സഫറിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എനിക്ക് അതൊന്നും തന്നെ ഇല്ല. ഫസ്റ്റ് ടൈം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നു. ഞാൻ ഈ ശരീരമല്ല എന്ന്. പിന്നെങ്ങനെയാ അതൊക്കെ എൻ്റേതാവുക? ഒന്നും എൻ്റേതല്ല. എനിക്ക് യാതൊരു ഫീലിങ്ങുമില്ല. ഐ എം സോ ഹാപ്പി. ആരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ അയാൾക്ക് ജ്ഞാനദീക്ഷ കൊടുത്തു. അയാൾ കട്ടിലിൽ തന്നെ കിടന്ന കിടപ്പാണ്, ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് ജ്ഞാനദീക്ഷ കൊടുത്തത്. അയാൾ അതിനുശേഷം പറഞ്ഞു, നിരുമ, ഇനി എനിക്ക് ഒട്ടും സമയമില്ല. സമയം വളരെ കുറവാണ്. താങ്കൾക്ക് എന്നോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പറയണം. ഞാൻ ചെയ്യേണ്ടത് ചെയ്യാം. മരിക്കുന്നതിന് മുൻപ് പൂർണ്ണാഹുതി ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ അയാളുടെ പരിഹാരത്തെപ്പറ്റി പറഞ്ഞു കൊടുത്തു. പരിഹാരം ചെയ്തു. എല്ലാം കഴുകിക്കളഞ്ഞു. എത്ര പാപം ചെയ്തിരുന്നോ, എത്ര പേർക്ക് ദുഃഖമുണ്ടാക്കിയോ അതെല്ലാം സ്റ്റാർട്ടിങ് ഫ്രം ചൈൽഡ്ഹുഡ്, ഫാമിലിയിൽ, ബിസിനസ്സിൽ, ഫ്രണ്ട് സർക്കിളിൽ, എല്ലായിടങ്ങളിലും. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഓൾ ഓവർ ദ വേൾഡിൽ ബിസിനസ് ചെയ്തിരുന്നു. അതുകൊണ്ട് ആരെ ഓർത്താണ് പരിഹാരം ചെയ്യുക? അവരിൽ എത്രയോ പേർ മരിച്ചുപോയി കാണും. ബാക്കിയുള്ളവർ എങ്ങനെയാണ്, ഏത് സ്ഥിതിയിലാണോ എന്തോ. അതുകൊണ്ട് പേപ്പറിൽ എല്ലാവരുടെയും പേരെഴുതി എല്ലാവർക്കും വേണ്ടി പൊതുവായി പരിഹാരം ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. ഒന്നിച്ച്. വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. ചിലരത് വായിക്കും, ചിലരത് വായിക്കില്ല. അങ്ങനെ ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. ഞാൻ അയാളോട് പറഞ്ഞു, മനസ്സാലെ ചെയ്യൂ. ആരെയൊക്കെ ഓർമ്മയുണ്ടോ അവർക്ക് വേണ്ടി ചെയ്യൂ. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റിന് അതിന് യോജിച്ച പോലെ ചെയ്യൂ. വേണമെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ സഹായം ചോദിക്കാം. അവരോട് ഓർമ്മപ്പെടുത്തി തരാൻ പറഞ്ഞോളൂ. അതിനുശേഷം ഭാര്യ ലെറ്റർ എഴുതി ഫോൺ ചെയ്ത് ആർക്കൊക്കെ പരിഹാരം ചെയ്യാനാവുമോ അവർക്കെല്ലാം പരിഹാരം ചെയ്യുകയും ചെയ്തു. ചെയ്ത് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഹി ഡൈഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അവിടെ വെച്ചാണ് മരിച്ചത്. ആ ഹോസ്പിറ്റലിൽ, ആ ലാസ്റ്റ് മൊമെൻറ്റിൽ, ലാസ്റ്റ് അവറിൽ അവരുടെ എല്ലാ റിലേഷൻസിനോടും റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. എൻ്റെ മുന്നിൽ ആരും നിൽക്കരുത്, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു.
എൻ്റെ മരണസമയത്ത് ദാദാ ശ്രീമന്തസ്വാമിയും നിരുമയും മാത്രം മതി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഞാൻ ക്ലിയർ ആയിരിക്കുന്നു. വൈഫിന് മാത്രം അലവ് ചെയ്തു. കാരണം ജ്ഞാനദീക്ഷയുടെ കാര്യം അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അവർ മുന്നിലല്ല, പിറകിലാണ് നിന്നുകൊണ്ടിരുന്നത്. അവസാനം വരെ ഞാൻ ശുദ്ധാത്മാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ത്യശ്വാസം വലിച്ചത്. വൈഫിനോട് പറഞ്ഞു, എത്രയോ ജന്മങ്ങളായി ഞാൻ മരിക്കുകയും ജനിക്കുകയും ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. എൻ്റെ ജന്മങ്ങളെല്ലാം തന്നെ ഡേർട്ടി ആയിരുന്നു. പക്ഷേ ഈ ജന്മത്തിൽ എൻ്റെ സ്ലേറ്റ് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. തീർച്ചയായും മോക്ഷത്തിലേക്ക് പോവും, വേറെ എവിടെയും പോവില്ല. പരിഹാരം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് അവസാന ജീവിതത്തിൽ എന്തൊക്കെയോ പ്രാപ്തമാക്കാൻ സാധിച്ചു. ആഗ്രഹം, വെറുപ്പ്, ഇങ്ങനെ മനസ്സിൽ എത്രയോ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നിരിക്കാം. എത്രയോ ദേഷ്യപ്പെട്ട് കാണും അല്ലേ? അയാൾ കെനിയയിലായിരുന്നു. എവറി സാറ്റർഡേ ലണ്ടനിൽ നിന്ന് നൈറ്റ് ക്യാബറയ്ക്ക് വിളിക്കാറുണ്ട്, പാർട്ടിക്ക് പോവാറുണ്ട്. ഇങ്ങനെയായിരുന്നു അയാളുടെ ജീവിതം മുഴുവനും. എല്ലാറ്റിൽ നിന്നും വിമോചിതനായി. എല്ലാം ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. പരിഹാരത്തിന് അത്ര പവറുണ്ട്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും. റിപ്പൻറ്റൻസ് ഈസ് എ പാർട്ട് ഓഫ് പരിഹാരം. അപ്പോൾ പരിഹാരം ഒരു വിധത്തിൽ റിപ്പൻറ്റൻസ് ആണെന്ന് പറയുന്നു. ക്ഷമിക്കണം ഭഗവാനോട്. അതെ, അത് ഇതാണ് പരിഹാരം അല്ലേ? ഏതു ഭഗവാനെയാണ് പറയുന്നത്? ഗ്രേറ്റ് ഗോഡ്, ദാറ്റ്സ് ഓൾ. നോ, ഗ്രേറ്റ് ഗോഡ് ഹൃദയത്തിലാണുള്ളത്, എല്ലാവരുടെയും ഉള്ളിൽ. ആത്മാവാണോ? ആരാണോ നിങ്ങൾ കാരണം കഷ്ടപ്പെടുന്നത്, ദുഃഖിക്കുന്നത്, അവരുടെ മനസ്സിലുള്ള പരമാത്മാവിനോടാണ്, ശുദ്ധാത്മാവിനോടാണ് നിങ്ങൾ മാപ്പ് ചോദിച്ച് പരിഹാരം ചെയ്യേണ്ടത്. ആസ്ക് ഫോർ forgiveness, repent on whatever you have done wrong and decide firm determinationോടെ ഇരിക്കണം. I don't do such a mistake again. നാം ദിവസവും ആരോടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്യുന്നു അല്ലേ? ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് ഒന്നും പരിഹരിക്കാനും ആവുന്നില്ല. ഒരാൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ എത്രത്തോളം പരിഹാരം ചെയ്യാനാവുമെന്ന് പറയാമോ? എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും പരിഹാരം ചെയ്യോ, കൂടുതൽ വേണ്ട. ശരി ശരി, താങ്ക് യു. ചെയ്തേ തീരൂ. നിങ്ങൾക്ക് ക്ലീൻ ആവണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം പവറോടെ ചെയ്യുന്നോ അത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരില്ല. വിത്ത് ഫുൾ ഇൻറ്റൻസിറ്റി, ഫുൾ റിപ്പൻറ്റൻസ്, മനസ്സുകൊണ്ട് മനസ്താപപ്പെട്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് വളരെ നന്നായിരിക്കും. മെക്കാനിക്കലല്ല, മനസ്സുകൊണ്ട് മനസ്താപപ്പെടണം. അതിനാണ് മെയിൻ വാല്യൂ. ജ്ഞാനദീക്ഷ വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അതെപ്പോഴാണ് കിട്ടുക? നാളെ രാവിലെ. നാളെ രാവിലെയോ? താങ്ക് യു. 10 മണിക്ക് അല്ലെങ്കിൽ 10:30 മണിക്ക്. അപ്പോൾ ജ്ഞാനദീക്ഷ വാങ്ങിക്കാം. ഹിയർ ഉള്ളി. അടുത്തുള്ള ഹാളിലാണ്. അടുത്തൊരു വലിയ ഹാളില്ലേ, അവിടെയാണ് പ്രോഗ്രാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ടുമോറോ ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് വരാനാവും. ഞാൻ എൻ്റെ പേരൻസിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പുതിയ അമ്പലമുണ്ട്, താങ്കൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അത് ശരി. താങ്കളുടെ പ്രോഗ്രാം അവർ കണ്ടിട്ടുണ്ട്. കുറെ കാലമായി താങ്കളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പുണ്യകർമ്മഫലം വന്നാൽ എല്ലാം ഒന്നിച്ച് നടക്കും. ഏത് ചാനലാണ് നിങ്ങൾ കാണാറ്? സോണി. സോണിയോ? ആ യെസ്. ഇവിടെ സോറി. അത് ശരി. ശരി, ബോംബെയിൽ എവിടെയാ? ബോംബെയിൽ സാന്റാക്രൂസിൽ. ദാദാജി എവിടെയായിരുന്നു? ഓഹോ, ഞങ്ങൾ ഇലക്ട്രിക് പവർ ഹൗസിന്റെ അടുത്താണ്. അവിടെ ഒരു വലിയ ടാങ്ക് ഉണ്ടായിരുന്നില്ലേ, അവിടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. മുനിസിപ്പൽ സ്കൂളും ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റിലൊരു വലിയ ബിൽഡിങ്ങും ഉണ്ടായിരുന്നു.
ബോംബെയിൽ അദ്ദേഹത്തിന് ധാരാളം ബിസിനസ് ഉണ്ടായിരുന്നു. ദാദാജി ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു, കോൺട്രാക്ടർ. അദ്ദേഹത്തിന് ധാരാളം ബിസിനസ് ഉണ്ടായിരുന്നു. ബോംബെയിൽ എലിഫൻറ്റിലെ GT, പിന്നെ രത്നഗിരിയില്ലേ, അവിടെയും അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടായിരുന്നു. അതേ ബിസിനസ് തന്നെ. താരാപൂറിൽ റോഡ് ഇടുന്ന ബിസിനസ്, വലിയ വലിയ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ധാരാളം കോൺട്രാക്ട് ജോലിയെടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. വലിയ കോൺട്രാക്ട്സ് എടുത്തിരുന്നു. ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നെന്നോ, ഞാനൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാ, ജോലിക്ക് പോയാൽ എനിക്ക് എത്ര ശമ്പളം കിട്ടും? കൂടിപ്പോയാൽ 500 അല്ലെങ്കിൽ മാസം 600. അതിലുമുപരി സമ്പാദിച്ച് പണം വീട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് യാതൊരു അധികാരവും ഇല്ല. പിന്നെ എത്ര പണമുണ്ടായാലും, ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടായാലും ശരി, അത് ഞങ്ങളെല്ലാം യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കാറുണ്ട്. എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പണം കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. സന്യാസിമാരുടെ പണം കൊണ്ട് ഭക്തന്മാർ യാത്ര ചെയ്തത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തലതിരിച്ചായിരിക്കും കേട്ടിട്ടുണ്ടാവുക. എവിടെ പോകുമ്പോഴും അദ്ദേഹമാണ് പണം ചിലവാക്കിയിരുന്നത്. നോട്ട് എ സിംഗിൾ പൈസ ഫ്രം എനിബഡി ഫോർ ഹിസ് പേഴ്സണൽ എക്സ്പെൻസസ്. എപ്പോഴും എൻ്റെ പ്രിൻസിപ്പിളും ഇത് തന്നെയാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പെൻസസ് എൻ്റെ വരുമാനത്തിൽ നിന്നായിരിക്കണം. ഇപ്പോൾ ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ എൻ്റെ അച്ഛൻ്റെ പാർട്ട്ണർഷിപ്പ്, അച്ഛൻ്റെ കാലത്ത് ബിസിനസ് ചെയ്തിരുന്നു. ഹി വാസ് എ മൾട്ടി മില്യനിയർ സിൻസ് ദാറ്റ് ടൈം. അദ്ദേഹം എനിക്ക് ഷെയർ തന്നിരുന്നു. അതിൻ്റെ ചില ഫലങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ആരാണോ പ്യുവറായിരിക്കുന്നത് അവർക്ക് ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും, അല്ലേ? ജയ് സച്ചിദാനന്ദ, ദാദാജി താങ്കളെ യാത്രയ്ക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, അതുപോലെ താങ്കളും ഞങ്ങളെ 6 മാസം കൊണ്ടുപോകുമോ? ഞങ്ങൾക്കും താങ്കളുടെ കൂടെ ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും പ്രയാണം ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. താങ്കളുടെ കൂടെ പ്രയാണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ കാലമായി ഞങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുകയാണ്. റെൻ്റൊന്നും കൊടുക്കണ്ട, ഒന്നും ചെലവാക്കുകയും വേണ്ട. താങ്കളുടെ മനസ്സും ദാദാജിയുടെ മനസ്സുപോലെ തന്നെ ഇരിക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ല. അതാണ് പൂർവജന്മത്തിന്റെ കടം. നടക്കട്ടെ. ഹാ, എന്നെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോയില്ലല്ലോ. എപ്പോഴാ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക? അടുത്ത പ്രാവശ്യം ഇന്ത്യയിലേക്ക് വരുമ്പോൾ കൊണ്ടുപോകണം കേട്ടോ. ഇവരെ കൊണ്ടുപോകുമെങ്കിൽ എന്നെ കൊണ്ടുപോയാലെന്താ? ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവും, നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. എല്ലാവരും ഒന്നിച്ചു പോയാൽ സന്തോഷം തന്നെ. താങ്കൾ എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയായിരിക്കാം. വളരെ സന്തോഷം. നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുപോകും, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. നമുക്കെല്ലാം ഒരുമിച്ച് പോവാം. ഒരു പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ കുറേ ടൈം ചിലവാക്കാനായി വരും. സ്വസ്ഥമായി തിരിച്ചു പോവാം. എല്ലാവർക്കും കൂടി നെരുമയോടൊത്ത് പോവാം. തീർച്ചയായും നടക്കും. നമുക്ക് പോവാം. ഞാനിപ്പോഴേ റെഡിയാ. ആ, അത് കൊള്ളാലോ. ഓ, വാ 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 വാ, ഇപ്പോഴേ തയ്യാറാണത്രേ. പോരണമെന്ന ചിന്ത ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു സഹായത്തിന് വേണ്ടി പോവാം. വളരെ നല്ലത്, വളരെ സന്തോഷം. ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ പോവാറുണ്ട്. കൂടെ എല്ലാവരെയും കൊണ്ടുപോകും. എനിക്ക് പറയാനുള്ളത് ഇതാണ്: എല്ലാവരും ഭക്തിയോടെ എപ്പോഴും കൂടെ ഉണ്ടാവണം. സത്സംഗത്തിന് വരണം. എല്ലാവരും ഒന്നിച്ചിരുന്നാൽ നമ്മുടെ വളർച്ചയ്ക്ക് ഒരു വിധത്തിൽ സഹായകമായിരിക്കും. അതായത് വീട്ടിൽ നമുക്ക് എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. റുട്ടീനായി സെറ്റപ്പോടെ ഇരിക്കൂ. യാത്രയ്ക്ക് പോയാൽ വളരെയധികം ചേഞ്ച് ഉണ്ടാവാറില്ലേ? ആ ചേഞ്ചസിന് നമ്മുടെ വളർച്ചയുമായി കോപ്പപ്പ് ആവേണ്ടി വരും, അഡ്ജസ്റ്റ് ആവേണ്ടി വരും. ഓരോരുത്തർക്കും വെവ്വേറെ ബെഡും തലേണയും ഭക്ഷണവും ഒക്കെ കിട്ടും.
ഇതെല്ലാം നോക്കിയാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിന് വളരെ ആനന്ദമുണ്ടാവും. മഹാത്മാക്കളുടെ സത്സംഗങ്ങൾക്ക് വളരെയധികം വിലമതിപ്പുള്ളതാണ്. ഉള്ളിൽ നിന്ന് വളരെ സന്തോഷമുണ്ടാവും.